മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥാ. ഈ നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥാ. ഈ നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കുവാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ആമേൻ. ഒരു മനുഷ്യന്റെ വിടുതലിനു വേണ്ടി ദൈവം എടുക്കുന്ന റിസ്ക് നോക്കിക്കേ. അവൻ ഇച്ചിരി പതിയെ നിൽക്കുകയാണ്, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. പക്ഷെ അവിടെ പറയുന്ന ദൈവത്തിന്റെ ദൂതൻ ബന്ധപ്പെടുത്തി. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ഒരു ദൈവപ്രവൃത്തിയുടെ സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മെ ഉണർത്തും. ആമേൻ. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് പിശാച് നാളുകളിൽ എന്തെങ്കിലും ഒരു തകർച്ചകൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് തൊട്ടു മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തും. ആമേൻ. ബന്ധപ്പെടുത്തും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ദൂതൻ ബന്ധപ്പെടുത്തുകയാണ്. നീ കുറച്ചും കൂടെ സ്പീഡാണ്. എൻ്റെ ലൈഫിൽ ഇത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ എന്നെ പെട്ടെന്ന് പ്രാർത്ഥന മുകളിലോട്ട് കയറ്റും. ഞാൻ ഓർക്കും, എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്? പരിധിയിലധികമായി പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ വലിയ ചില അത്ഭുതങ്ങൾ നടക്കാനുള്ളതായിരിക്കും. ചിലപ്പോൾ അടുത്ത ദിവസം ചില അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോവുകയായിരിക്കും. ഹല്ലേലൂയ. ബന്ധപ്പെടുത്തുന്ന ദൈവം. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വചനമുണ്ട്. ആമേൻ, ആമേൻ, സ്തോത്രം. അത് ഒഴിഞ്ഞു പോകേണ്ടതിന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഇന്നലത്തേക്കാൾ അധികം പ്രാർത്ഥിക്കാൻ നമ്മളെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ മിസ് ചെയ്യരുത്. എന്തോ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ചില അനർത്ഥങ്ങൾ മാറിപ്പോവുകയാണ്. അതിനു വേണ്ടി ബന്ധപ്പെടുത്തുകയാണ്. ഇവിടെ പറയാണ്, ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. സ്പീഡാകുക, സ്പീഡാകുക, കുറച്ചും കൂടെ സ്പീഡാകുക. ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിച്ചു പോകാതിരിപ്പാൻ എഴുന്നേൽക്ക്. ഹല്ലേലൂയ, സ്തോത്രം. നിനക്കുള്ളവരെ എല്ലാം കൂട്ടിക്കൊണ്ട് പോ. കേട്ടോ, ബന്ധപ്പെടുത്തി. ആമേൻ. ഉണർത്തി. ഹല്ലേലൂയ. ആമേൻ. നിർബന്ധിച്ചു. ആമേൻ. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ജീവിതം വിടുവിക്കപ്പെടുക എന്നുള്ളതും സുരക്ഷിതമായിരിക്കുക എന്നുള്ളതും നമ്മളെക്കാൾ ആഗ്രഹം ദൈവത്തിനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാ നിങ്ങളെ നിർബന്ധിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ സഹകരിക്കണം. ബന്ധപ്പെടുത്തി, ബന്ധപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിടുതലിന് വേണ്ടി ഇൻട്രസ്റ്റ് എടുക്കുന്ന, റിസ്ക് എടുക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ നിർബന്ധമാണ് നിങ്ങൾ ചില അനർത്ഥത്തിനകത്ത് പെടരുത്. നിങ്ങളുടെ കുടുംബം പെടരുത്. നിങ്ങളുടെ തലമുറ പെടരുത്. നിങ്ങൾ നിൽക്കണം ഒരു ജനറേഷനായി. സ്തോത്രം. ഒരു അത്ഭുത സാക്ഷിയായി, അനേകർക്ക് ഒരു അതിശയ വിഷയമായി, അടുത്ത തലമുറയിൽ ഒരു അടയാളമായി,
നിങ്ങൾ കാണണമെന്ന് ദൈവത്തിന് ആഗ്രഹമാണ്. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ നശിക്കുമെന്നുള്ള വാക്ക് നിർത്തുക. നശിക്കാതിരിക്കാൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ നശിക്കത്തില്ല കേട്ടോ. എല്ലാവരുടെയും കൂടെ നശിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളോടൊരു പ്രത്യേക ദൈവത്തിന് ഒരു കൺസേൺ ഉണ്ട്. ആമേൻ. നിങ്ങളതുകൊണ്ട് പുറത്തു വരികയാണ്. യെസ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ബന്ധപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉണർത്തുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നു. ആമേൻ. ഇവിടെ ദൂതനാണെങ്കിൽ നമുക്കിന്ന് അതിനേക്കാൾ അടുത്ത് പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. യെസ്, സഹകരിക്കുക. നിങ്ങളെ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നുണ്ടല്ലോ. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അതിനോട് സഹകരിക്കുക. ചിലതൊക്കെ മാറിപ്പോകും. കുടുംബത്തിനകത്ത് കഴിഞ്ഞ ചില നാളുകളായിട്ട് നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ചിലരിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. ആമേൻ. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ഈ പ്രാർത്ഥന. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ഉപവാസം. ആമേൻ. ദൈവജനത്തിന്റെ കൂടെ ഇരിക്കുന്നത്. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ നിർബന്ധിക്കുന്നതിന് നന്ദി പറയും. പരിശുദ്ധാത്മാ, അങ്ങ് ഞങ്ങളെ ബന്ധപ്പെടുത്തുന്നതിന് നന്ദി പറയും. ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥനയിലേക്ക് നിർബന്ധിക്കുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവേ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. പരിശുദ്ധാത്മാവെ, അവരെ അങ്ങ് കർത്താവെ അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ കാണുവാനായി അവരെ കർത്താവെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തിലെ പല അനർത്ഥങ്ങൾ, അവരുടെ കുടുംബത്തിലെ പല അനർത്ഥങ്ങൾ തെറ്റൊഴിഞ്ഞു പോകുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. അവർ സുരക്ഷിതമായിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അവരെ അങ്ങ് ഉണർത്തുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചനത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ഇത് ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണല്ലോ കർത്താവെ. ആമേൻ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിർബന്ധിക്കുകയും ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, ചിലതിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങളെക്കാൾ തീവ്രതയോടെ ഞങ്ങളെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രം. പിശാച് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ചിലതിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പുഷ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യും. ഈ ദിവസങ്ങളിൽ ആ നിർബന്ധത്തിൻ്റെ ശബ്ദം, ആ എൻകറേജ് ചെയ്യുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കാൻ കർത്താവ് സഹായിക്കണമേ. ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലേക്ക് ദൈവം തിരിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. സമാധാനത്തോടെ ആയിരിക്കുക. നിങ്ങൾ സുരക്ഷിതരാണ്. God bless you. ആമേൻ. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.